നമസ്കാരം. രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, ഇതിന് മരുന്ന് കഴിക്കുന്നവരും മരുന്ന് കഴിക്കാനായിട്ട് പോകുന്നവരും അറിയേണ്ട ചില വിവരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. രക്തസമ്മർദ്ദം എന്നാൽ ഒരു രോഗമാണെന്ന് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഇതേക്കുറിച്ച് മുമ്പും വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും രക്തസമ്മർദ്ദത്തെ ഒരു രോഗമായിട്ട് കാണുന്ന ധാരാളം പേരെ കാണുന്നത് കൊണ്ടാണ് ഈ ഒരു അവയർനെസ് വീഡിയോ ഇടുന്നത്. രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഒരു രോഗമല്ല. നമ്മുടെ ഹൃദയം ഞരമ്പുകളിലൂടെ കടത്തിവിടുന്ന രക്തത്തിൻ്റെ ആ കടന്നുപോക്കലിന് ഒരു മർദ്ദമുണ്ട്. ഒരു പ്രത്യേക മർദ്ദത്തിലാണ് അത് കടന്നു പോകുന്നത്. അതിൻ്റെ അളവിനെയാണ് രക്തസമ്മർദ്ദത്തിൻ്റെ അളവായിട്ട് പറയുന്നത്. രക്തസമ്മർദ്ദം നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ശരീരത്തിൻ്റെ പ്രക്രിയയാണ്. എപ്പോഴാണോ ഹൃദയം നിലയ്ക്കുന്നത് അപ്പോൾ രക്തസമ്മർദ്ദം നിലയ്ക്കും, നമ്മളും നിലയ്ക്കും. അതുകൊണ്ട് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ അനുനിമിഷമുള്ള ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു ശാരീരിക പ്രക്രിയയാണെന്ന് ദയവ് ചെയ്ത് ഇതിനെ ഒരു രോഗമായിട്ട് കാണുന്നവർ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ രക്തം ഞരമ്പുകളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള അളവുണ്ടോ? എന്നോട് ചോദിച്ചാൽ അതിനൊരിക്കലും ഒരു അളവ് വയ്ക്കാൻ പറ്റില്ല എന്ന് മാത്രമേ പറയൂ. എങ്കിലും മോഡേൺ മെഡിക്കൽ സയൻസ് ഹെൽത്തി BP റേറ്റായിട്ട് ചില അളവുകൾ വെച്ചിട്ടുണ്ട്. മുമ്പ് ലോകമെമ്പാടും ഹെൽത്തി BP റേറ്റായിട്ട്, അതായത് നോർമൽ BP റേറ്റായിട്ട് അവർ ഫിക്സ് ചെയ്തിരുന്നത് 140-90 ഇപ്പോഴും യൂറോപ്പിൽ 140-90 എന്നാൽ അമേരിക്കയിൽ വരുമ്പോൾ 120-80 നമ്മുടെ രാജ്യത്തും 120-80 എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം എപ്പോഴും 120-80 നിൽക്കണം. ഇല്ലെങ്കിൽ അത് രോഗാവസ്ഥയാണ് എന്നാണ് ഇവിടുത്തെ പല ഡോക്ടർമാരും പറയുന്നത്, പല വ്യക്തികളും വിശ്വസിക്കുന്നത്. എന്നാൽ 140-90 നിന്നും എങ്ങനെയാണ് ഇത് 120-80 മാറിയെന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. യൂറോപ്പിൽ 140-90 വരെയുള്ള BP നോർമലാണ്. 140-90 മുതൽ 180-100 വരെ ഉള്ളതും അവർ അല്പം നോർമൽ, ഹൈ നോർമൽ എന്ന് പേരിട്ടാണ് വിളിക്കുന്നത്. 150-100 മുകളിലാണെങ്കിൽ മാത്രമാണ് അതിനെ ഒരു രോഗാവസ്ഥയായിട്ട് അവർ കാണുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ 120-80 മുകളിൽ 121-81 ആണെങ്കിൽ പോലും അത് രോഗമാണെന്ന് വരുത്തി തീർക്കാനാണ് പല ആശുപത്രികളും ശ്രമിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ BP-യുടെ മെഡിസിൻ വിൽക്കുക, BP-യുടെ മെഡിസിൻ ഈ ആൾക്കാരെ കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ളതാണ് പലരുടെയും ലക്ഷ്യം. എന്തിനാണ് അത് കഴിപ്പിക്കുന്നത്? നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സത്യമുണ്ട്. എന്ന് മുതലാണോ ജനം വ്യാപകമായിട്ട് രക്തസമ്മർദ്ദത്തിനുള്ള ഗുളികകൾ കഴിക്കാൻ തുടങ്ങിയത്, അപ്പോൾ മുതലാണ് ലോകത്ത് ഹൃദ്രോഗികളുടെ എണ്ണവും കൂടിയത്. ഇന്ന് ലോകത്ത് എനിക്ക് തോന്നുന്നു രക്തസമ്മർദ്ദത്തിന് ഗുളിക കഴിക്കുന്ന ആൾക്കാർ വളരെയധികമുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ ലോകത്ത് മനുഷ്യർ മരിച്ചു വീഴുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഹൃദ്രോഗമാണ്. രക്തസമ്മർദ്ദത്തിന് ഗുളിക കൊടുക്കുന്നത് ഹൃദയത്തെ സംരക്ഷിക്കാൻ എന്ന പേരിലാണ്, അല്ലേ? പക്ഷെ നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. രക്തസമ്മർദ്ദത്തിൻ്റെ ഗുളിക കഴിച്ച് ആൾക്കാർ ഒരു ശീലമാക്കിയതോടെ ഇവിടെ ഹൃദ്രോഗികളുടെ എണ്ണം കുത്തനെ കൂടി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഹൃദ്രോഗമാണ്. ബാക്കിയെല്ലാം അതിൻ്റെ താഴെ വരുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും രക്തസമ്മർദ്ദ ഗുളികകൾ എന്താണ് ചെയ്യുന്നത്. ഇനി ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം എല്ലായ്പ്പോഴും ഒരേ അളവിൽ നിൽക്കുമോ? അങ്ങനെ നിന്നാൽ ആ വ്യക്തി മരിച്ചു പോകും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ശരീരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസരിച്ചാണ് ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നത്. നിങ്ങൾ കായികമായിട്ട് അധ്വാനിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഊർജം ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ രക്തം കോശങ്ങളിലേക്ക് എത്തേണ്ടത് ആവശ്യമാണ്. എത്ര ഊർജമാണോ നിങ്ങൾ ചെലവഴിക്കുന്നത് അതനുസരിച്ച് ഹൃദയം കൂടുതൽ രക്തം പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പമ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തളർന്നു വീഴും. നിങ്ങളുടെ ഹൃദയം
കരുത്തോടുകൂടി മിടിച്ച് കൂടുതൽ കൂടുതൽ രക്തം കോശങ്ങളിലേക്ക് എത്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഓടുകയോ ചാടുകയോ കായികമായിട്ട് അധ്വാനിക്കുകയോ ചെയ്യുമ്പോൾ രക്തസമ്മർദ്ദം കൂടുന്നത്. അത് സ്വാഭാവികമാണ്. അതേപോലെ തന്നെ നമ്മൾ ശാരീരികമായിട്ട് വേണ്ടത്ര വിശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ രക്തസമ്മർദ്ദം കൂടും. കാരണം നമ്മുടെ ശരീരത്തിന് ക്ഷീണമുണ്ട്. ആ ക്ഷീണമുള്ളപ്പോൾ അതിനെ ഊർജ്ജസ്വലമായിട്ട് നിലനിർത്താൻ വേണ്ടി ഹൃദയം ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ വിശ്രമം ആവശ്യമാണ്. വിശ്രമം ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഉറക്കത്തെ തടഞ്ഞു നിർത്തി പലതും ചെയ്യുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കേണ്ട പല ചികിത്സാ പ്രവർത്തനങ്ങളും തടസ്സപ്പെടും. ആ സമയത്ത് ഹൃദയം ശരീരത്തിനെ സാധാരണ മട്ടിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി കൂടുതൽ പണിയെടുക്കും. ആ സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ രക്തസമ്മർദ്ദം കൂടുതലായിരിക്കും. അതൊരു രോഗമല്ല, മറിച്ച് നിങ്ങൾ വിശ്രമിക്കാത്തത് കൊണ്ട് ഹൃദയം സ്വയം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിന് ആധി ഉണ്ടെങ്കിൽ നമുക്ക് രക്തസമ്മർദ്ദം കൂടും. ജോലി ചെയ്താൽ മാത്രമല്ല, ആധി ഉണ്ടെങ്കിലും കൂടും. ആധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അമിതമായിട്ട് ആശങ്കപ്പെടുക, ടെൻഷൻ അടിക്കുക, വിഷമിക്കുക, എന്തിന് നമ്മൾ അതിര് കവിഞ്ഞ് സന്തോഷിച്ചാൽ പോലും അതും നമ്മുടെ രക്തസമ്മർദ്ദം കൂട്ടും. അപ്പോൾ അതെല്ലാം സ്വാഭാവികമാണ്. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ, നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചാണ് ഹൃദയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അത് ഏതെങ്കിലും ഒരു മെഷീൻ പ്രവർത്തിക്കുന്നത് പോലെ ഒരേ അളവിൽ എപ്പോഴും പ്രവർത്തിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് ഈ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യണം. ഏത് തെറ്റിദ്ധാരണ? ഹൃദയം എപ്പോഴും ഒരേ അളവിൽ തന്നെ മിടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള തെറ്റിദ്ധാരണ. ഇനി നമ്മൾ കാണിക്കുന്ന മറ്റൊരു അബദ്ധം എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം അളക്കുന്ന രീതിയാണ്. രക്തസമ്മർദ്ദത്തിന് കൃത്യമായിട്ടൊരു അളവ് വെക്കുന്നത് ശാസ്ത്രീയമല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നെങ്കിലും മോഡേൺ മെഡിക്കൽ സയൻസ് അങ്ങനെ ഒരു അളവ് ഫിക്സ് ചെയ്തിരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ 120/80 അല്ല, 140/90 എടുക്കേണ്ടത്. 140/90 നിന്നും നിങ്ങളുടെ BP 120/80 കൊണ്ടുവച്ചിരിക്കുന്നത് മരുന്ന് തീറ്റിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴും യൂറോപ്യൻ യൂണിയൻ പിന്തുടരുന്ന 140/90 എന്നുള്ള ഒരു അളവിൽ നിങ്ങൾ നിൽക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ 140/90 നിങ്ങളുടെ BP കൃത്യമായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് എപ്പോഴാണ്? അതായത് ഞാൻ പറഞ്ഞു കൃത്യമായിട്ടുള്ള അളവ് വെക്കുന്നത് ശരിയല്ല, എങ്കിലും നമ്മൾ അങ്ങനെ ഒരു അളവ് നോക്കുന്നുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടുള്ള വിശ്രമത്തിലായിരിക്കുമ്പോഴത്തെ BP ആണ് നമ്മുടെ BP അല്ലെങ്കിൽ നമ്മുടെ രക്തസമ്മർദ്ദത്തിന്റെ അളവായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ രക്തസമ്മർദ്ദം നോക്കാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗമുണ്ട്, മറ്റെന്തെങ്കിലും രോഗം. അതേപോലെ തന്നെ നിങ്ങൾ തലേ രാത്രിയിൽ വേണ്ടവണ്ണം ഉറങ്ങിയിട്ടില്ല. ഒപ്പം തന്നെ നിങ്ങൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് അത് ദഹിച്ചു മാറുന്നതിന് മുമ്പാണ് BP നോക്കാൻ പോകുന്നത്. ഈ സമയങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന BP റീഡിങ് തെറ്റായിരിക്കും. കാരണം അപ്പോഴെല്ലാം BP കൂടി തന്നെ നിൽക്കും. അപ്പം നിങ്ങൾ BP നോക്കേണ്ടത് നിങ്ങൾ പരിപൂർണമായിട്ടുള്ള വിശ്രമാവസ്ഥയിലായിരിക്കുമ്പോഴാണ്. അതായത് നിങ്ങളുടെ മനസ്സ് ശാന്തമായിട്ടിരിക്കണം. 2, നിങ്ങൾ കായികമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കണം BP നോക്കേണ്ടത്. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണം ദഹിച്ചു മാറാൻ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും എടുക്കും. ആ 2 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ BP നോക്കാവൂ. അപ്പോൾ ഇങ്ങനെ ഒരു പൂർണ്ണമായ ശാന്തമായ അവസ്ഥയിൽ മാത്രം, ശരീരവും മനസ്സും നല്ലപോലെ വിശ്രമിക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ സാധാരണ BP എത്രയാണെന്ന് നോക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ BP നോക്കുമ്പോൾ അത് ഒരു വട്ടം നോക്കി നിങ്ങൾ ഫിക്സ് ചെയ്യാൻ പാടില്ല. ഒരു 5 മിനിറ്റ് ഇടവിട്ട് 3 തവണ നിങ്ങൾ നോക്കണം ഈ ഒരു അവസ്ഥയിൽ. അതായത് ഭക്ഷണം കഴിച്ചിട്ട് ആഫ്റ്റർ 2 hours 2 മണിക്കൂറിന് ശേഷം തലേ രാത്രി നല്ലപോലെ ഉറങ്ങിയിട്ടുണ്ടായിരിക്കണം. ശരീരത്തിന് യാതൊരുവിധ ക്ഷീണവും പാടില്ല, മറ്റ് രോഗങ്ങളൊന്നും പാടില്ല. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ 3 തവണ 5 മിനിറ്റ് ഇടവിട്ട് BP പരിശോധിച്ചിട്ട് ആ 3 റീഡിങ്ങും എത്രയാണെന്ന് നോക്കി അതിൻ്റെ ആവറേജ് എടുത്ത് അതിനെയാണ് നിങ്ങൾ നിങ്ങളുടെ നോർമൽ BP ആയിട്ട് കാണേണ്ടത്. നിങ്ങൾ BP നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ BP കൂടുതലായിരിക്കും. ശരീരത്തിന് ഒരു രോഗമുള്ളപ്പോൾ ആ രോഗത്തെ ചികിത്സിക്കാനായിട്ട് ശരീരം സ്വയം രോഗങ്ങളെ ചികിത്സിക്കും.
അപ്പോൾ ശരീരം ആ രോഗത്തെ ചികിത്സിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോശങ്ങൾക്ക് കൂടുതൽ രക്തത്തിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ പോഷകങ്ങളുടെ ആവശ്യമുണ്ട്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഹൃദയം കൂടുതൽ രക്തം പമ്പ് ചെയ്യും. അത് രോഗമല്ല, മറിച്ച് രോഗത്തെ ചികിത്സിക്കാനായിട്ട് ശരീരം നടത്തുന്ന പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സമയത്തൊന്നും തന്നെ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നതല്ല നിങ്ങളുടെ നോർമൽ BP. നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ള വിശ്രമാവസ്ഥയിൽ മറ്റ് ടെൻഷനൊന്നുമില്ലാതെ ആഹാരം കഴിച്ച് 2 മണിക്കൂറിന് ശേഷം 3 തവണ നോക്കി എടുക്കുന്ന BP റേറ്റുകളുടെ ആവറേജ് ആണ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ സാധാരണ BP ആയിട്ട് കാണേണ്ടത്. അത് 140-90 മുകളിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരല്പം കെയർ എടുക്കണം. കാര്യം എന്താണ്? നമ്മുടെ BP ഈ പറയുന്ന കണ്ടീഷനിൽ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ നല്ലപോലെ വിശ്രമിച്ച് ഒക്കെ ഇരിക്കുന്ന സമയത്ത്, ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് BP 140-90 മുകളിലാണെന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം സെൽഫായിട്ട് ചില റിപ്പയർ വർക്കുകൾ എവിടെയൊക്കെയോ നടത്തുന്നുണ്ട്. ആയതിലേക്ക് ഹൃദയത്തിന് കൂടുതൽ രക്തം പമ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതശൈലി മൂലമാകാം, നിങ്ങൾ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നത് കൊണ്ടാകാം, നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന്റെ തന്നെ പ്രശ്നമാകാം, അതേപോലെ തന്നെ നിങ്ങൾ വ്യായാമം ചെയ്യാത്തത് കൊണ്ടാകാം, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മനസ്സിന് സമാധാനമില്ലാത്തത് കൊണ്ടാകാം. അങ്ങനെ വിവിധ കാരണങ്ങൾ മൂലം നിങ്ങളുടെ BP ഇങ്ങനെ ശാന്തമായ അവസ്ഥയിൽ കൂടി നിൽക്കാം. അപ്പോൾ അത് എന്ത് കാരണമാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ വ്യായാമം ചെയ്യാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അത് തന്നെയാണ്. നിങ്ങൾ അമിതമായിട്ട് മദ്യപിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അത് തന്നെയാണ്. നിങ്ങൾ അമിതമായിട്ട് പുകവലിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്. നിങ്ങൾ ശരിയായ രീതിയിൽ ഉറങ്ങാത്ത ആളാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിന്റെ കാരണം. അപ്പോൾ ഈ വക കാരണങ്ങളാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ആ കാരണം കണ്ടെത്തി അതിനെ പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ BP നോർമലാകും. കാരണം നിങ്ങളുടെ ഹൃദയത്തിന് അപ്പോൾ അവിടെ പ്രത്യേകിച്ച് എക്സ്ട്രാ വർക്കൊന്നും ചെയ്യാനില്ല. മനസ്സിലായില്ലേ? അതായത് നിങ്ങളുടെ ശരീരത്തിൽ എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുന്നു, നല്ലപോലെ വിശ്രമിക്കുന്നു, അനാവശ്യമായിട്ട് ടെൻഷൻ എടുക്കുന്നില്ല, വ്യായാമം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ BP സ്വാഭാവികമായിട്ടും എത്രയാണോ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടത് ആ അളവിൽ തന്നെ നിൽക്കും. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ രക്തസമ്മർദ്ദത്തിന്റെ ശരിയായിട്ടുള്ള ഒരു അളവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ അതിനെ ശരിയാക്കി എടുക്കേണ്ടത്. ഇനി നിങ്ങൾ ഇതിനു വേണ്ടി മെഡിസിൻ കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇംഗ്ലീഷ് മരുന്നുകൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവർ ശരീരം എന്തുകൊണ്ട് BP കൂട്ടുന്നു എന്നുള്ള ആ റീസൺ കണ്ടെത്തി അതിനുള്ള പരിഹാരമല്ല കൊടുക്കുന്നത്, മറിച്ച് BP കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത്. BP കുറയ്ക്കാൻ വേണ്ടി എന്താണ് വഴി? ആരാണ് BP ഉണ്ടാക്കുന്നത്? ഹൃദയത്തിനെ കൊണ്ട് കുറച്ചുകൂടി ശക്തി കുറഞ്ഞ രീതിയിൽ പ്രവർത്തിപ്പിക്കുക. നിങ്ങളുടെ ശരീരത്തിന് എത്ര BP ആണോ ആവശ്യം അതനുസരിച്ചാണ് ഹൃദയം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും റിപ്പയർ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ, നമ്മളറിയാതെ തന്നെ ശരീരത്തിൽ അങ്ങനെ ഒരുപാട് റിപ്പയർ വർക്ക് നടക്കുമ്പോഴൊക്കെ തന്നെ ശരീരത്തിന് ഊർജ്ജം ആവശ്യമാണ്. ആ ഊർജ്ജം ആവശ്യമായതുകൊണ്ട് ഹൃദയം അതനുസരിച്ച്, കാര്യം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മളെക്കാൾ നന്നായിട്ട് ആന്തരിക അവയവങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് എത്ര BP ആ സമയത്ത് വേണോ അതനുസരിച്ച് ഹൃദയം പ്രവർത്തിച്ചുകൊള്ളും. അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഹൃദയത്തിനെ ചെന്നിട്ട് കൺട്രോൾ ചെയ്യുകയാണ്. അത്ര സ്പീഡിൽ പിടിക്കണ്ട, ഈ കുറച്ച് പതുക്കം പിടിച്ചാൽ മതി. ഇങ്ങനെ ഹൃദയം പതുക്കം പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എത്ര പ്രഷറിലാണോ നിങ്ങളുടെ കോശങ്ങളിലേക്ക് രക്തം പോകേണ്ടത് അങ്ങനെ കൊടുക്കാൻ സാധിക്കാതെ ഹൃദയം പിൻവാങ്ങുകയാണ്. ഹൃദയത്തിന് ചെയ്യാൻ പറ്റുന്നില്ല, കാര്യം ഹൃദയത്തിനെ പിടിച്ചു കിട്ടുന്നു. അങ്ങനെ പിടിച്ചു കിട്ടുമ്പോൾ നിങ്ങളുടെ എല്ലാ കോശങ്ങളിലേക്കും വേണ്ട അളവിൽ പോഷകങ്ങൾ ചെല്ലാതാകും. ഈ വേണ്ട അളവിൽ ചെല്ലാതാകുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ മസിലുകളിലേക്ക് മാത്രമല്ല, നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കെല്ലാം തന്നെ ഇതുപോലെ രക്തത്തിലൂടെ പോഷകങ്ങൾ ചെന്നുകൊണ്ടിരിക്കേണ്ടതുണ്ട്. പാൻക്രിയാസിനും കരളിനും കിഡ്നിക്കും തലച്ചോറിനും എല്ലാത്തിനും. ഹൃദയത്തിന്റെ പെർഫോമൻസ് കുറയുമ്പോൾ ഈ രക്തമോട്ടം അല്ലെന്നുണ്ടെങ്കിൽ കോശങ്ങളിലേക്കുള്ള പോഷകങ്ങളുടെ സഞ്ചാരം, ഗ്ലൂക്കോസിന്റെ സഞ്ചാരം, കൊളസ്ട്രോളുകളുടെ സഞ്ചാരം പരിമിതപ്പെട്ടാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ മെല്ലെ 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 താറുമാറാകാൻ തുടങ്ങും. BP മരുന്ന് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് അത് നിർത്തുമ്പോൾ പെട്ടെന്ന് BP കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്ര കാലവും ഗുളികകളിലൂടെ തടഞ്ഞു നിർത്തിയിരുന്ന ഹൃദയത്തിന്റെ പ്രവർത്തനം
ആ തടസ്സമില്ലാതാകുമ്പോൾ എത്രയും വേഗം ശരീരത്തിന്റെ മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കൂടുതലായിട്ട് മിടിക്കാൻ തുടങ്ങും. അതായത് ഹൃദയത്തിന്റെ മിടിപ്പ് നമ്മൾ മനഃപൂർവ്വം തടഞ്ഞു വെച്ചിരുന്നത് കൊണ്ട് എത്ര കാലമായിട്ട് നടക്കാതിരുന്ന അല്ലെങ്കിൽ എത്രയോ കാലമായിട്ട് അതുമൂലം നടക്കാതിരുന്ന റിപ്പയർ വർക്കുകൾ പൂർവാധികം ശക്തിയോടുകൂടി നടക്കാനായിട്ട് ഹൃദയം കൂടുതലായിട്ട് രക്തം പമ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ചിന്തിക്കും ബി പി കൂടി എന്ന് പറഞ്ഞ് ഓടിച്ചെന്നിട്ട് 2 ഗുളിക കഴിക്കും. അപ്പോൾ വീണ്ടും ഹൃദയം അവിടെ തളരുകയാണ്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കോശങ്ങളെല്ലാം തന്നെ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ എല്ലാ അവയവങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഹൃദയവും ആരോഗ്യത്തോടെ ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ കരളും കിഡ്നിയും അതേപോലെ തന്നെ പാൻക്രിയാസും മറ്റ് സകല ഗ്രന്ഥികളും വേണ്ട പോലെ ആരോഗ്യത്തോടുകൂടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഹൃദയവും ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ. ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുമ്പോൾ ഇത് മറ്റ് പല അവയവങ്ങളുടെയും പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. അവയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ച് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയും ബാധിക്കും. ഇങ്ങനെ നമ്മൾ ഉപരിപ്ലവമായിട്ടുള്ള ട്രീറ്റ്മെന്റ് മൂലം, അതായത് എന്തുകൊണ്ട് BP കൂടുന്നു ആ റീസൺ കണ്ടെത്തി അതിനെ പരിഹരിക്കാതെ ഹൃദയത്തിന്റെ പ്രവർത്തനം മന്ദീഭവിപ്പിച്ച് BPയുടെ തോത് കുറച്ചു നിർത്തുമ്പോൾ വളരെ വലിയ വിപത്താണ് അവിടെ സംഭവിക്കുന്നത്. കുറെ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരം മെല്ലെ മെല്ലെ തളരാൻ തുടങ്ങും. നിങ്ങൾക്ക് ഒരല്പം ജോലി ചെയ്യുമ്പോൾ ഭയങ്കരമായ കിതപ്പനുഭവപ്പെടും. കാരണം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യം നശിച്ചു. ഹൃദയത്തിനെ മനഃപൂർവ്വം തടഞ്ഞു നിർത്തി അതിന്റെ ഹെൽത്ത് കണ്ടീഷൻ പോയി. അതുകൊണ്ട് ഈ BPയുടെ ഗുളിക കഴിക്കുന്നത് വളരെ വലിയ പ്രശ്നങ്ങളിലേക്കുള്ള യാത്രയാണ്. ഇതൊക്കെ വെസ്റ്റേൺ കൺട്രീസിലെ, അതായത് പാശ്ചാത്യ രാജ്യങ്ങളിലെ ഡോക്ടർമാർ അവരുടെ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഇത് വെറും കച്ചവടമായി മാറിയതുകൊണ്ട് ചുരുക്കം ഡോക്ടർമാർ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ഒരുപക്ഷെ ഡോക്ടർമാർ ആഗ്രഹിച്ചാൽ പോലും അവർക്ക് പറയാൻ പറ്റാത്ത തരത്തിലാണ് ആശുപത്രി മാനേജ്മെന്റുകളുടെയൊക്കെ പ്രവർത്തനം. അതുകൊണ്ട് നമ്മൾ ഇതേക്കുറിച്ച് ബോധമുള്ളവരായിട്ട് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ രക്തസമ്മർദ്ദത്തിന്റെ ഗുളിക കഴിച്ച് നമ്മൾ BP കുറയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെല്ലെ മെല്ലെ നശിപ്പിച്ച് അങ്ങനെ അത് നമ്മുടെ മുഴുവൻ ആന്തരിക അവയവങ്ങളുടെയും പ്രവർത്തനത്തെ താറുമാറാക്കി ഒടുവിൽ നമ്മളൊരു ദിവസം തളർന്ന് വീണു പോകാനുള്ള സാധ്യതയുണ്ടാവും. നിങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏജ് എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ശരീരത്തിന്റെ ബലം നഷ്ടപ്പെടുന്നു, പലരും കിടപ്പ് രോഗികളായിട്ട് പോകുന്നു. നിങ്ങൾ അവരുടെ ബാക്ക് ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള മരുന്നുകളുടെ ഉപയോഗം കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് BPയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി കഴിക്കാൻ പോകുന്നവരും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയണം. അദ്ദേഹത്തിന് നിങ്ങളെ ശരിയായ രീതിയിൽ ഗൈഡ് ലൈൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലൂടെ നമ്മൾ ഈ മരുന്നിനെ മാറ്റി നിർത്തിയില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഹൃദയത്തെയും ആന്തരിക അവയവങ്ങളെയും കൊണ്ടുവന്ന് നശിപ്പിക്കും. താങ്ക് യു.